ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ. നമസ്കാരം. BJPയുടെ ഒരു പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് തൃശ്ശൂരിലെ. ഇന്നലെ അതിഗംഭീരമായിട്ട് ഭയങ്കരമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ ശക്തി പ്രോഗ്രാം. ആ സ്ത്രീ ശക്തി പ്രോഗ്രാമിന് നടന്ന ഒരു പ്രസംഗം നമുക്കൊന്ന് കേൾക്കല്ലേ? നമ്മളുടെ ശോഭ സുരേന്ദ്രന്റെ ആ ഒരു പ്രസംഗം അതൊന്ന് കേൾക്കാം. അത് കേട്ടിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യം പറയാം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോഗ്രാം ആയിരുന്നല്ലോ, അതിന്റെ ലാസ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. ഷോ പറയുന്നു. റാണി ലക്ഷ്മിബായിയുടെ പരമ്പരയിൽപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. റാണി ലക്ഷ്മിയാണ് നിങ്ങൾ ഓരോരുത്തരും. ഈ നാടിന്റെ കരുത്താണ്. ശ്രീമാൻ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടല്ലോ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് നയിക്കാൻ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ. അച്ചോടാ, ചിരിച്ചൊരു വൈക്കായി ഞാൻ ഈ വീഡിയോ കണ്ടിട്ട്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വേദിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ശോഭ സുരേന്ദ്രനെ പിറകിൽ നിന്നും ഒരു ആൺ ശബ്ദം അടിച്ചമർത്തുന്നു. ഒന്ന് നിർത്താവോ, ഒന്ന് നിർത്തി പോകുന്നുണ്ടോ? അപ്പൊ സ്ത്രീകൾക്ക് ഇവർ എത്രത്തോളം പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇവർ എത്രത്തോളം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ഇവർ പോരാടും എന്നുള്ളതൊക്കെ ഇപ്പം മനസ്സിലാണില്ലേ? ഒരു വേദിയിൽ പോലും കുറച്ചു നേരം സംസാരിക്കാൻ പോലും ഒരു സ്ത്രീയെ അനുവദിക്കാത്ത ഇവരാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞാണ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ കുറച്ച് അമ്മമാര് ഒന്ന് മറിഞ്ഞു വോട്ട് ചെയ്യും, സ്ത്രീകൾക്ക് നല്ല ആനുകൂല്യം കിട്ടുന്നൊക്കെ കരുതിയിട്ട്. അപ്പൊ നിങ്ങളോടൊക്കെ ആദ്യം തന്നെ പറയാനുള്ളത് എന്താ അറിയോ? ഇപ്പൊ അടുത്ത് മണിപ്പൂര് സ്ത്രീകളെ ഇവർ എങ്ങനെയായിരുന്നു കൊണ്ടു നടന്നിരുന്നതും, സ്ത്രീകളെ എത്രത്തോളം ഇവർ ബഹുമാനിച്ചിരുന്നു എന്നുള്ളതും, സ്ത്രീകളെ എത്രത്തോളം ഇവർ സ്നേഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ മണിപ്പൂരിൽ നടന്ന ആ വീഡിയോസുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ഇവരുടെ വരും ഭരണങ്ങളിൽ സ്ത്രീകൾക്ക് ഇവർ എത്രത്തോളം പ്രാതിനിധ്യം നൽകും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇവർ എത്രത്തോളം സംരക്ഷണം നൽകും എന്നുള്ളത് സ്വന്തം മനസാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിക്കുക. ഇന്നേവരെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം ഇവരാരെങ്കിലും പറയാൻ തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് തെറ്റായി പോയി എന്ന് ഇവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു സ്ത്രീയെ ഉടുതുണിയില്ലാതെ നടു റോട്ടിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി അവരുടെ തൊടാൻ പറ്റാത്ത ഭാഗങ്ങളിൽ പോലും കൈയിട്ടുകൊണ്ട് വളരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവരെ റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയ ആ ഒരു സംഭവം നിങ്ങൾ ആരും മറക്കാതിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ നമുക്ക് എന്തായാലും വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.